ഇന്നത്തെ യാത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. ഇന്ന് ഞങ്ങൾ ഭൂട്ടാനിലെത്തും. ഇന്നലെ സിലിഗുരിയിലെത്തിയ ഞങ്ങൾ സിലിഗുരിയിൽ നിന്നും ജയ്ഗാവിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഈ ജയ്ഗാവ് എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെയും ഇന്ത്യയുടെയും ഒരു ബോർഡറാണ്. അവിടെ നിന്നും പിന്നീട് പെർമിറ്റൊക്കെ ശരിയാക്കിയതിന് ശേഷം ഭൂട്ടാനിലേക്ക് പോകണം. ഏകദേശം 150 മുതൽ 165 കിലോമീറ്റർ വരെ യാത്രയുണ്ട്. 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി യാത്ര തുടർന്നു. ഭൂട്ടാനിലെത്താനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ആരും വലിയ മടിയൊന്നും കാണിച്ചില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എണീറ്റ് യാത്രയോട് സഹകരിച്ചു. ഈ ജയ്ഗാവിലേക്ക് എത്തും തോറുള്ള കാഴ്ചകൾ നമ്മളെ അമ്പരപ്പിച്ചു. 2 ഭാഗത്തും കാടുകളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് 2 ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ ഹൈ റേഞ്ചിലുള്ള തേയിലത്തോട്ടങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഈ സമതലത്തിൽ, അതായത് പ്ലെയിനിൽ വരുന്ന തേയിലത്തോട്ടങ്ങൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. നല്ല രസമുള്ള ഒരു റൂട്ടാണത് സഞ്ചരിക്കാനായിട്ട്. നിറയെ ഗ്രീനറിയൊക്കെ ആയിട്ട് എത്ര നേരം യാത്ര ചെയ്താലും സമയം പോകുന്നത് അറിയേയില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ റൂട്ട്. നമ്മൾ ഈ ബോർഡറിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മനസ്സിൽ കണ്ടിരുന്നത് അവിടെ ഒരു 10 മണിയാകുമ്പോൾ എത്താൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 1-2 മണിക്കൂറോടുകൂടി നമ്മൾ പെർമിറ്റൊക്കെ റെഡിയാക്കുക, പിന്നെ വേഗം തന്നെ ഭൂട്ടാനിലേക്ക് എത്തുക. ഭൂട്ടാൻ്റെ ബോർഡറിലൊന്നും നമ്മൾ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ നിന്ന് ഒരു ഏകദേശം 7-8 മണിക്കൂർ യാത്ര ചെയ്ത് എത്താവുന്ന തിംഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെയാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്ത് ജയ്ഗാവിലെത്തി. അവിടെ ആകെ തിക്കും തിരക്കും ബഹളവും നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ഒരു ശീതൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2-3 ട്രാവൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭൂട്ടാൻ പാക്കേജിൻ്റെ റേറ്റുകളും കാര്യങ്ങളും ഐറ്റിനറിയൊക്കെ ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ എത്തി വിളിച്ചപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് L&B എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി ആയിരുന്നു. അവിടെ നിന്നും ഋതിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻറ്റ് വന്നിട്ട് നമ്മളെ അവരുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓഫീസ് ആ ജയ്ഗാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു, അവരോട് സംസാരിച്ചു. അവർ ഓഫർ ചെയ്യുന്ന പാക്കേജിനകത്തെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിലൊരു ധാരണയൊക്കെ ആയി. അവരാദ്യം പറഞ്ഞിരുന്നത് ജയ്ഗാവിൻ്റെ ബോർഡറിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് താമസം ഉറപ്പിക്കാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പൈസ മുഴുവൻ വെറുതെ പോകില്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു അതല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ റെഡിയാണ്, അതുകൊണ്ട് തന്നെ തിംഫു എന്നുള്ള സ്ഥലത്ത് നമുക്ക് താമസം റെഡിയാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ 6 നൈറ്റും 7 ഡേയ്സിനും വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എമിഗ്രേഷൻ ഓഫീസിലേക്കാണ് പോകുന്നത്. 2 ചുറ്റുപാടും ഇവിടുത്തെ കടകളൊക്കെയാണ്. ഇവിടുത്തെ പലരുടെയും വസ്ത്രധാരണ രീതിയൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുകയും ചെയ്യും. നമ്മൾ ഇന്ത്യക്കാരവിടെ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളത് 6 മാസത്തെങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് അവിടെ നിർബന്ധമാണ്. പിന്നെ SDF എന്ന പേരിൽ മുതിർന്നവർക്ക് 1200 രൂപ ഒരു ദിവസം എന്ന നിരക്കിലും കുട്ടികൾക്കാണെങ്കിൽ 600 രൂപ ഒരു ദിവസം എന്ന നിരക്കിലും നമ്മൾ അവിടെ അടയ്ക്കണം. പിന്നെ നമ്മൾ ഇന്ത്യക്കാരവിടെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആ ഗൈഡിന് 3000 മുതൽ 4000 രൂപ വരെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നീട് വാഹനത്തിന് 3500 രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളുടെ തന്നെ വാഹനമാണ് എടുക്കുന്നത് എങ്കിൽ അത് 4500 രൂപയുടെ വാഹന പെർമിറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. ഈ 4500 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തിനുള്ള നിരക്കിലാണ് കേട്ടോ. ഈ എമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഞങ്ങൾ പിന്നെ പോയത് അവരുടെ L&B എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയുടെ കാര്യം പറഞ്ഞിരുന്നുവല്ലോ, അവരുടെ ഓഫീസിലേക്കാണ്. ഞങ്ങൾക്ക് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തിനാണെന്നറിയോ? ഒരു ഗൈഡിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പീക്ക് ടൈമാണത്രേ, അതുകൊണ്ട് ഗൈഡ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്ന് ഞങ്ങളുടെ ഗൈഡ് വന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഗൈഡ്. ഈ യാത്രയ്ക്കുടനീളം ഈ ഗൈഡ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളുടെ വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വാഹനത്തിൻ്റെ വർക്ക് പെർമിറ്റ് കൂടെ റെഡിയാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ മുമ്പ് എന്തെങ്കിലും കഴിക്കണം. അവിടെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ട വിഭവങ്ങളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ഉണക്ക മീനുകളും ഉണക്ക ഇറച്ചികളുടെയും ഒക്കെ തരത്തിലുള്ള വിഭവങ്ങൾ.
ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം നോക്കി ഇതിലെന്താണൊന്ന് കഴിക്കാൻ പറ്റുക എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഭൂട്ടാനിലാണ് കേട്ടോ. ഈ ഭൂട്ടാനിലെ എല്ലാ കടകളിലും ഇങ്ങനെയുള്ള ലിക്കറുകളും കാര്യങ്ങളും സുലഭമാണ്. ഇവിടെ ഏത് കടയിൽ പോയാലും നമുക്കിതൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പുഴുങ്ങിയ മുട്ടയും ബിസ്ക്കറ്റും മാത്രം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതൊക്കെ ഭൂട്ടാനാണ്. അങ്ങനെ നമ്മൾ ഭൂട്ടാനിലെത്തി. അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചു. കാരണം നമ്മൾ അവിടെ നടത്തിയ എമിഗ്രേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഗൈഡ് വിളിച്ചത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ എമിഗ്രേഷൻ ഓഫീസിലേക്ക് പോകുകയുണ്ടായത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? ധ്യാൻ്റെ ഫോട്ടോയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ധ്യാൻ്റെ ഫോട്ടോ അവിടെ ആഡ് ചെയ്യാൻ മറന്നിരുന്നു. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷനാണ് അവിടെ ഉണ്ടായത്. ഈ വാഹനത്തിൻ്റെ പെർമിറ്റ് എടുക്കുന്നതുണ്ടല്ലോ, അത് നമ്മൾ പോയ ഓഫീസിലല്ല, അതിനോട് ചേർന്നുള്ള വേറൊരു ഓഫീസിലാണ് ഉണ്ടായത്. വാഹനത്തിൻ്റെ പെർമിറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഷുറൻസും ആവശ്യമാണ്. നമ്മൾ സാധാരണ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു 500 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇൻഷുറൻസും കൂടെ അതിൽ ആഡ് ചെയ്ത് തരും. RC ബുക്കിൻ്റെ കോപ്പിയും അതിനോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെർമിറ്റ് ഇഷ്യൂ ചെയ്തു തരും. അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് ഭൂട്ടാനിൽ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ വിശദമാക്കി തരും നമുക്ക്. ഇനി ഭൂട്ടാനിലെ വിശേഷങ്ങളാണ്. ഭൂട്ടാൻ വിശേഷങ്ങളുമായി നമ്മുടെ യാത്ര തുടരുന്നു.